ബിജെപിയുടെ ക്രിസ്ത്യൻ നയതന്ത്രം പാളിയിട്ടില്ലെന്ന് വി മുരളീധരൻ. കഴക്കൂട്ടത്തടക്കം ഇതിന്റെ ഗുണം കിട്ടും. FCRA വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും നിലപാട് സംബന്ധിച്ച് അഭിപ്രായം പറയാനില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ കഴക്കൂട്ടത്തെ ബാധിക്കില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇന്ന് ഷോൺ ജോർജും PC ജോർജും ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ സഭയെക്കുറിച്ച്. സഭയെ വിശ്വാസത്തിലെടുത്തതാണ് BJP. അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാൻ ശ്രമിച്ചതുമാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ. പക്ഷേ UDF വോട്ട് ചെയ്യണം എന്ന രീതിയിൽ സഭാ നേതൃത്വങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. BJPക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? അത് BJPക്ക് കഴക്കൂട്ടത്തെ അല്ലേ ഞാൻ ചോദിച്ചത്. അത് ബാക്കിയുള്ള സാഹചര്യം എനിക്കറിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാക്ടിക്കലി ഒരു മാസമായിട്ട്, ഒരു 10-40 ദിവസമായിട്ട് ഞാൻ കഴക്കൂട്ടത്തിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് ഓരോ സ്ഥാനാർത്ഥി അവരവരുടെ ഉത്തരവാദിത്വമാണ്. സംസ്ഥാന തലത്തിൽ സഭാ നേതൃത്വമായിട്ടുള്ള ചർച്ച എന്താണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സഭയ്ക്കെതിരെ പറയുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഷോണും അതൊക്കെ പ്രസിഡന്റ് തീരുമാനിക്കേണ്ടതാണോ? അതൊക്കെ പ്രസിഡന്റ് തീരുമാനിക്കേണ്ട വിഷയമാണ്, ഞാൻ പറയേണ്ട കാര്യം. അവർ തമ്മിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യം. പക്ഷേ ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിലൊക്കെ BJPയുടെ ഇടപെടൽ നടന്നതാണല്ലോ. ഇപ്പോൾ FCRA വിഷയത്തിൽ ഇപ്പോൾ തന്നെ ആ ബില്ല് നടപ്പാക്കുന്നില്ല. അതും അവരുടെ ആശങ്ക കൂടി പരിഗണിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് BJP നടത്തുന്നുണ്ട്. പക്ഷേ അത് തിരിച്ചത് ഫലം കിട്ടുന്നില്ല എന്നാണോ? അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല. നമുക്കിവിടെ അനുകൂലമായിട്ടുള്ള നിരവധി ആൾക്കാർ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പം അങ്ങനെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. എനിക്കും അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. അമ്പലവിശ്വാസി എന്ന് തെളിയിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ ശ്രമങ്ങൾ കഴക്കൂട്ടത്തെ വോട്ടർമാർ തിരിച്ചറിഞ്ഞെന്ന് വി മുരളീധരൻ. തന്റെ വിജയത്തിന് ഇതും കാരണമാകും. ക്ഷേത്രത്തിലെ തീർത്ഥം നിലത്തൊഴിച്ചു കളഞ്ഞത് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് കടകംപള്ളി വിശ്വാസിയായതെന്ന് വരുത്താൻ ശ്രമിച്ചതെന്നും വി മുരളീധരൻ പറഞ്ഞു. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒരു പുകമറ ആണ് ഉള്ളത്. അപ്പോൾ ഈ സാഹചര്യം അന്നത്തെ മന്ത്രിയായിരുന്ന ആൾക്കെതിരായിട്ട് ജനങ്ങളുടെ മനസ്സിലൊരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ അയ്യപ്പൻ രക്ഷിക്കുമെന്നും ഭദ്രകാളി രക്ഷിക്കുമെന്നും ഒക്കെയാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ, വിശ്വാസികൾക്ക് അറിയാം ഇതെല്ലാം, മറിച്ച് പറയുന്ന ആളുകളോട് ഭദ്രകാളി ചോദിക്കും, അയ്യപ്പൻ ചോദിക്കുമെന്നൊക്കെയാണ്. അയ്യപ്പനും ഭദ്രകാളിയൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ളതാണ്. കാരണം 2026 വരെ അദ്ദേഹത്തിന് അയ്യപ്പനും ഭദ്രകാളിയൊന്നും ഇല്ലായിരുന്നു. 2026 ഏപ്രിൽ മാസത്തിലാണ് അദ്ദേഹത്തിന് അയ്യപ്പനും ഭദ്രകാളിയെയും കുറിച്ചുള്ള ബോധമുണ്ടായത്. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്കറിയാം. ജനങ്ങൾ ഇത്രയും കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അയ്യപ്പനും ഭദ്രകാളിയെക്കുറിച്ചുണ്ടായിരുന്ന ആൾ ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്ന് പറയില്ല. അദ്ദേഹം ഒരു വിശ്വാസിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്നു മുതലാണെന്നുള്ളതാണ് അദ്ദേഹം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.